ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കുറെ നാളുകളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ജോലിയിലുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ഒരുവിധം ആയിട്ട് ആണിപ്പോ ഞാനൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇസ്രായേലിലെ ജോബിനെ കുറിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാതെ അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പിന്നെയും നിങ്ങൾ കമന്റ് ഇടുന്നുണ്ട്. അത് കുറച്ച് വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യമായിരിക്കും ചിലപ്പം ചിലർ വീഡിയോ കാണാതെ അത് പിന്നെയും വേറൊരു ഡൗട്ട് പോലെ ചോദിക്കാറുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതിൽ പറയാത്ത എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കൂ, ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇസ്രായേലിലെ ജോബ് വേക്കൻസിയെ കുറിച്ചിട്ട് അറിയാം. കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ പറയാം. അത് പറയാനാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ഉള്ളതെന്ന് പറയുമ്പോൾ സ്റ്റോർ പിക്കർ ഉണ്ട്. എനിക്കെല്ലാം ഓർത്ത് വെച്ച് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നോക്കി പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് വന്നിട്ട് സ്റ്റോർ പിക്കർ വന്നിട്ട് 25 പേരെയാണ് ആവശ്യപ്പെടുന്നത്. മെയിലാണ്. പ്രായവും എല്ലാം ഞാൻ പറയാട്ടോ. ഫസ്റ്റ് ഞാനിതൊന്ന് വായിച്ചു പോകാം, എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ ഓൺലൈൻ പിക്കർ വന്നിട്ട് 25 പേരാണ്, മെയിലാണ്. ജനറൽ വർക്കർ 10 പേര്, അതും മെയിലാണ്. സ്റ്റോക്കർ വന്നിട്ട് അതും 10 പേരാണ് ആവശ്യപ്പെടുന്നത്, അതും മെയിലാണ്. ആണുങ്ങൾക്കാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉള്ളത് ഇവിടെ, പല മേഖലയിലായിട്ട് കേട്ടോ. കാരണം എനിക്ക് നേരത്തെ അറിയാവുന്നത് ആകെ 2-3 സെക്ഷൻ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കുറെ സെർച്ച് ചെയ്ത് കുറെ തിരക്കി ഉള്ളവരൊക്കെ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ തരുന്നത്. കാരണം ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇപ്പോൾ ആൾക്കാരെ എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഹോൾസെയിൽ പിക്കർ ആണ്, അതും 25 പേര് ആവശ്യമുണ്ട്, അതും ആണുങ്ങളെ തന്നെയാണ്. പിന്നെ കണ്ടെയ്നർ അപ്ലോഡിങ് അതും 2 പേരെയാണ് ആവശ്യപ്പെടുന്നത്, മെയിൽസ് ആണ്. ക്ലീനിങ് വർക്കർ 7 പേരെ ആവശ്യപ്പെടുന്നുണ്ട്. വെയർഹൗസ് വർക്കർ 35 പേര് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലെല്ലാം ആണുങ്ങളെയാണ് എടുക്കുന്നത്, ആണുങ്ങളെയാണ് കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആ കാറ്റഗറിയിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ഞാൻ വായിക്കാം, എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. എക്സ്പീരിയൻസ് വന്നിട്ട് അവർ ചോദിക്കുന്നത് 2-3 വർഷം എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഏജ് വന്നിട്ട് 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് ആൾക്കാരെ എടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്, വയസ്സ് അതാണ്. പിന്നെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. മേ ഹാവ് സം കസ്റ്റമർ. ചില സമയത്ത് എല്ലാവർക്കും ഹീബ്രു അറിയത്തില്ല, അപ്പം പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാര് കസ്റ്റമേഴ്സ് പല ഭാഷയായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് ഹീബ്രു പിന്നെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും ഇപ്പൊ ഹീബ്രു പഠിച്ചിട്ട് തന്നെ വരണം എന്നുള്ളത് പറ്റത്തില്ലല്ലോ. അപ്പം ഇംഗ്ലീഷ് അറിഞ്ഞിരുന്നാല് ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴത്തേക്ക് ഹീബ്രു ഒക്കെ എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പം ബേസിക് ആയിട്ട് ഇംഗ്ലീഷ് കുറച്ച് അറിഞ്ഞിരിക്കണം, അതാണ് അവർ പറയുന്നത്. പിന്നെ ബേസിക് നോളജ് വർക്കിംഗ് വിത്ത് കമ്പ്യൂട്ടർ, കുറച്ച് കമ്പ്യൂട്ടർ ഒക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു സെക്ഷൻ ആയതുകൊണ്ടാണ് അവർ ആ കമ്പ്യൂട്ടറിന്റെ കാര്യം പറയുന്നത്. ഗുഡ് ഹെൽത്ത്, നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കണം. കാരണം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വരുന്നതിന് മുമ്പ് മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല മെന്റൽ ഹെൽത്തും ആൻഡ് ഫിസിക്കലി ഹെൽത്ത് ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനായിട്ട് വരാനായിട്ടൊക്കെ ശ്രമിക്കുക കേട്ടോ. റീസണബിൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നുണ്ട്. എബിലിറ്റി ടു ഏൺ ആൻഡ് ഓപ്പറേറ്റ് ബേസിക് ടെക്നോളജിക്കൽ വെയർഹൗസ് സിസ്റ്റം, അതറിഞ്ഞിരിക്കണം. പിന്നെ ജോബ് ഫിസിക്കൽ അപ്ലോഡിങ് ഓർ കാർട്ടോൺസ് വിത്ത്, അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. നിങ്ങളിപ്പോ എന്താ പറയണ്ടേ, നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഏജന്റിനെയോ കോണ്ടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ ബന്ധപ്പെട്ടിട്ട് കാര്യം പറയുവാണെങ്കിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഒരു ഇതും കൂടെ ഉണ്ട്, അതും കൂടെ വായിക്കാം. വി ആർ ഹിയറിംഗ് ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് ജനറൽ ക്ലീനർ മെയില് ആൻഡ് ഫീമെയിലും പറയുന്നുണ്ട്.
റൂം കീപ്പേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ പറയുന്നുണ്ട്, കിച്ചൺ മെയിൽ ഒള്ളി പറയുന്നുണ്ട്. അങ്ങനെ കുറെ ഓപ്ഷൻസും കൂടെ പറയുന്നുണ്ട്. പ്രായം വന്നിട്ട് 25 to 45 വയസ്സാണ് അവർ പറയുന്നത്. അതിൽ കൂടുതലും ഇല്ല, അതിൽ കുറവും ഇല്ല കേട്ടോ. CV ഫോർമാറ്റ്, കോണ്ടാക്ട് ഇൻ ഓഫീസ്, പാസ്പോർട്ട് കോപ്പി, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മിനിമം 3-5 ഇയർ വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ, അത് നമ്മളുടെ ഡോക്യുമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് പ്രവൃത്തി പരിചയം വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 25 മുതൽ 45 വരെ ആണ് പ്രായപരിധി അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഏജൻസിയോ നല്ലൊരു ഏജന്റിനെയോ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാറ്റഗറിയിലേക്ക് വർക്കേഴ്സിനെ എടുക്കുന്നുണ്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുക. അപ്പൊ ഇത്രയും കാറ്റഗറീസ് ഇപ്പൊ ഇവിടെ ജോലി അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് കാരണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വരാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പറ്റിക്കപ്പെടാത്ത ഏജൻസിയോ ഏജന്റിനെയോ ഒക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഇവിടെ സേഫ് ആണോ, ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നത് സേഫ് ആണോ എന്ന് ചോദിച്ചിരുന്നു. ഇപ്പൊ നമുക്കറിയാം ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ഇസ്രായേലിൽ എന്താണ്, മറ്റു രാജ്യങ്ങളിൽ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. പിന്നെ മരണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എവിടെയായിരുന്നാലും നമുക്ക് ദൈവം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട ഒരു ഇതാണ് നമ്മൾ. അപ്പോ അങ്ങനെ ഓർക്കാതിരിക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളത് നോക്കുക. പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന് ഏൽപ്പിക്കുക. നമുക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുമോ എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. അതൊക്കെ ദൈവനിശ്ചയാണ്. നമുക്ക് മനുഷ്യരായിട്ടുള്ള നമ്മൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ ഞാൻ കുറച്ചിങ്ങനെ അധികമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ശ്വാസം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയൊരു കഥപ്പ് പോലെ വരുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും, അതുപോലെ യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഉത്തരം ഞാൻ എന്നെ കൊണ്ടാകുന്ന പോലെ, എനിക്കറിയാവുന്ന പോലെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനിയൊരു ഡൗട്ട് ഇല്ലാതെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ദയവായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ട് കാര്യം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളോ ചോദിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കാറ്റഗറി കെയർ ടേക്കർ സെക്ടർ ഉണ്ട്, കെട്ടിടം പണിക്കുള്ള ആൾക്കാരുണ്ട്, പിന്നെ അഗ്രികൾച്ചർ ജോബിൽ വരുന്നവർക്കാണ് കൂടുതൽ ടെൻഷനും പേടിയുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും എപ്പോഴും അതിർത്തി മേഖലയിലായിരിക്കും വർക്ക് കൊടുക്കുന്നത്. അതിർത്തി മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടിലായാൽ പോലും ഒരിക്കലും ആൾക്കാരുള്ള സ്ഥലത്ത്, ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും കൃഷിയൊന്നും ചെയ്യത്തില്ല, അല്ലേ? അറിയാമല്ലോ. എല്ലാം തുറസായ സ്ഥലങ്ങൾ, ഇങ്ങനെ ഒഴിഞ്ഞടക്കുന്ന സ്ഥലത്തായിരിക്കും എപ്പോഴും കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെയാണ് ഇത് ഇവിടെയും. ആ ഒരു അതിർത്തി ഭാഗത്തായിട്ടാണ് ആ ഒരു സെക്ഷൻ ഉള്ളത്. എന്ന് വെച്ചാല് അഗ്രികൾച്ചർ വർക്ക് ഉള്ളത് ആ ഒരു ഭാഗത്താണ്. അപ്പൊ അതിവിടെ കുറച്ച് അപകടം കൂടുതലാണ്. എന്ന് വെച്ചാല് അറിയാമല്ലോ എല്ലാവർക്കും എന്താണെന്നുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ അതുകൊണ്ടായിരിക്കണം ആൾക്കാർ കൂടുതൽ അങ്ങനെ ചോദിക്കുന്നത്. ആ ടൈപ്പ് ഓഫ് ജോലിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എന്നിരുന്നാലും കെട്ടിടം പണിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഈവൻ ഞാനിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും മെട്രോയുടെ പണിക്ക് ഇവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ കെട്ടിടം പണിക്കാകുമ്പം പല സ്ഥലങ്ങളിലേക്കാണ് ഓരോരോ ഇതനുസരിച്ചിട്ടാണ് അവർ വിടുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് കെയർ ആയിട്ട് നിന്ന് ജോലി ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, മരണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ദൈവത്തിന്റെ കയ്യിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും, യൂസ്ഫുൾ ആകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ബൈ. അടുത്തൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.